ദുനിയാവ് നിഴലാ തേടിയാൽ ഓടുന്നതാ, ത്യജിച്ചാലതും പിരിയാതെ പിന്തുടരുന്നതാ. പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ. സൽഗുണന് സമ്പത്തുള്ളതെന്തുപകാരമാ, അത് ഗ്രാമമധ്യമിലുള്ള നെഹ്റിന് തുല്യമാ. നിരുത്സാഹശീലൻ ഏറ്റ കാര്യം അസാധ്യമാ, അധൈര്യശാലികൾക്കുള്ള വാളിന് തുല്യമാ. കർത്തവ്യബോധം ഉള്ളവൻ ക്ഷയിച്ചെങ്കിലും നെഞ്ചിട്ട് നിൽക്കും കടമ വന്നാൽ മുന്നിലും. കുലത്തിൻ്റെ ഗുണവും അതിൽ ജനിച്ചവനിൽ വരും, മുളക്കുന്നതും മണ്ണിൻ്റെ ഹാൽ വിവരം തരും. വിജ്ഞാനികൾ ഗുണം ചെയ്തു എന്നാൽ പിന്നെ മറ്റൊരു പ്രതീക്ഷയുമില്ലവർക്കതിലെന്നേ. കാർമേഘമാണവരെന്ന് നീ ഓർക്കേണ്ടതാ, പറയാതെ പെയ്യും പ്രതിഫലം നോക്കാത്തതാ. വിദ്വാനു മാത്രം ഉള്ളതാണിരു കണ്ണുകൾ, അല്ലാത്തവർക്ക് മുഖത്ത് നോക്കിരു പുണ്ണുകൾ. വിദ്വാന് നാടെല്ലാം സ്വദേശം തന്നെ, ഒരു ഡ്യൂട്ടിയും ഇല്ലാത്ത ധനമാ പൊന്നേ. വിദ്വാന്റെ നാക്കവനുള്ള കൽബിന് പിന്നില, മൂഢന്റെ നാക്കവനുള്ള കൽബിന് മുന്നില. പക വീട്ടിയാൽ തൽസമയമിൽ സംതൃപ്തന, ക്ഷമിക്കുന്ന പക്ഷം എപ്പോഴും സന്തുഷ്ടന. സന്ദർഭമൊത്ത് ഗുണം ലഭിച്ചാൽ പിന്നെ ഈ ഭൂമിയേക്കാൾ അതിവിശാലം തന്നെ. നീ ഭരണകർത്താവായിരുന്നാൽ തന്നെ നിനക്കുള്ള വാഹനം സിംഹമാണേ പൊന്നെ. കണ്ടാൽ ജനങ്ങൾക്കൊക്കെയും ഭയം നിന്നെ, നീ നിന്റെ വാഹനമൂർത്തി ഭയവും തന്നെ. നാക്കിന് മധുരം ഉള്ളതായാൽ പൊന്നെ, സുഹൃത്തുക്കളേറ്റം അധികരിച്ചതു തന്നെ. ഗുണം നൽകി വന്നാൽ ഹുർറ് പോലും അടിമയായി, അതുമാത്രമല്ല അവൻ ശത്രുവായാൽ മിത്രമായി. ബുദ്ധിക്ക് പൂർണ്ണത വന്നു എന്നാൽ പിന്നെ നാക്കിൻ്റെ ജോലി കുറഞ്ഞു പോയതു തന്നെ. അശ്രദ്ധനായി അത് കാറ് ചൊല്ലൽ മാറ്റണേ, അതുപോലെ അതിൻ്റെ മഹത്വവും സൂക്ഷിക്കണേ. അത് കുട്ടിയെ ഉറക്കുന്ന കസുതിൽ ചൊല്ലലും ശരിയല്ലതിൻ്റെ മഹത്വമല്ലതൊരിക്കലും. കളിപ്പാവ പോലുപയോഗമായി തീരുന്നതാ, അത് കാറുകൾ അതിനുള്ളതല്ലെന്നുള്ളതാ. ഇതുപോലെ ഇമാം ശഅറാനി വിവരിക്കുന്നതാ, തംബീഹ് 36 പറയുന്നതാ. ഉപകാര രീതിയിലാകെ റബ്ബേ സമയവും, തൗഫീഖ് താ നീ അതിന് എല്ലാ നിമിഷവും.